നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗൾഫ് വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. UAE-ൽ ബുധനാഴ്ച 435 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ആകെ രോഗികളുടെ എണ്ണം ഇതോടെ 65,341 ഉയർന്നു. ഒരാൾ കൂടി രോഗം ബാധിച്ച് മരണപ്പെട്ടതോടെ ആകെ മരണം 367-ലെത്തി. 113 പേരാണ് സുഖം പ്രാപിച്ച് ആശുപത്രി വിട്ടത്. ആകെ രോഗമുക്തർ ഇതോടെ 58,022 ഉയർന്നു. നിലവിൽ 6,952 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. കുവൈറ്റിൽ 675 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതുവരെ 78,145 പേർക്കാണ് വൈറസ് ബാധിച്ചത്. ബുധനാഴ്ച 528 പേർ ഉൾപ്പെടെ 69,771 പേർ കൂടി രോഗമുക്തി നേടി. 2 പേർ കൂടി മരിച്ചതോടെ രാജ്യത്തെ കോവിഡ് മരണം 507 ഉയർന്നു. ബാക്കി 7,867 പേരാണ് ചികിത്സയിലുള്ളത്. 96 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 4,811 പേർക്കാണ് പുതുതായി കോവിഡ് പരിശോധന നടത്തിയത്. അഹ്മദി ഗവർണറേറ്റിൽ 188 പേർ, ഫർവാനിയിൽ 148 പേർ, ജഹ്റയിൽ 115, ക്യാപിറ്റലിൽ 114, ഹവലിയിൽ 110 പേർ എന്നിങ്ങനെയാണ് പുതുതായി കോവിഡ് ബാധിതരായത്. ഖത്തറിൽ ചൊവ്വാഴ്ച പുതിയ കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 293 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 267 പേർ രോഗമുക്തരായി. 5,020 പേരിൽ നടത്തിയ പരിശോധനയിലാണ് 293 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. രോഗമുക്തരുടെ എണ്ണം 1,12,355 ഉയർന്നു. 3,113 പേർ ചികിത്സയിൽ കഴിയുകയാണ്. 68 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 5,60,990 പേരെയാണ് ഇതുവരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇതിൽ 1,15,661 പേർക്ക് പോസിറ്റീവാണ്. ആകെ മരണം 193. കുവൈറ്റിൽ 2020 തുടക്കം മുതൽ സന്ദർശന വിസയിലെത്തിയവർക്ക് കുടുംബ വിസയിലേക്ക് മാറ്റാൻ അനുവദിക്കില്ല. ഇത് സംബന്ധിച്ച ആഭ്യന്തര മന്ത്രാലയ ഉത്തരവ് ബന്ധപ്പെട്ട താമസ കുടിയേറ്റ വിഭാഗത്തിന് കൈമാറിയതായും സർക്കാർ വക്താവ് അറിയിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ സന്ദർശന വിസയിലെത്തിയവരുടെ വിസ കാലാവധി ഓഗസ്റ്റ് 31 വരെ നീട്ടി നൽകിയെങ്കിലും ഇവരുടെ വിസ മാറ്റം അനുവദിക്കുന്നതല്ലെന്നും വക്താവ് വ്യക്തമാക്കുന്നു. ബഹ്റൈനിൽ കോവിഡ് ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. 70 വയസ്സുള്ള സ്വദേശിയാണ് മരിച്ചത്. ഇതോടെ രാജ്യത്ത് മരിച്ചവരുടെ എണ്ണം 176 പുതുതായി 396 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരിൽ 156 പേർ പ്രവാസികളാണ്. 233 പേർക്ക് സമ്പർക്കത്തിലൂടെയും 7 പേർക്ക് യാത്രയിലൂടെയുമാണ് രോഗം പകർന്നത്. 392 പേർ സുഖം പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം 43,921 ഷാർജ വിമാനത്താവളത്തിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് റാപ്പിഡ് ടെസ്റ്റിന്റെയോ COVID-19 PCR ടെസ്റ്റിന്റെയോ ആവശ്യമില്ലെന്ന് എയർ അറേബ്യ അറിയിച്ചു. ഇന്ത്യയിലേക്കുള്ള യാത്രകൾക്ക് കോവിഡ് പരിശോധനാ ഫലം നിർബന്ധമില്ലെന്ന് ഫ്ലൈ ദുബായ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇന്ത്യയിലെത്തുന്ന എല്ലാ യാത്രക്കാരും എയർ സുവിധയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണിത്. എയർ ഇന്ത്യ എക്സ്പ്രസിൽ UAE-ൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്നവർ നാളെ മുതൽ PCR ടെസ്റ്റ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അബുദാബി, ദുബായ്, ഷാർജ വിമാനത്താവളങ്ങളിലും ഇത് ബാധകമാണ്. അംഗീകൃത കേന്ദ്രങ്ങളിൽ നിന്ന് യാത്രയ്ക്ക് 96 മണിക്കൂറിനകം എടുത്ത PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടത്. നേരത്തെ അതത് വിമാനത്താവളത്തിൽ നടക്കുന്ന റാപ്പിഡ് ടെസ്റ്റ് മതിയായിരുന്നു. ഇതോടെ അബുദാബി, ദുബായ് വിമാനത്താവളത്തിൽ നടത്തിയിരുന്ന റാപ്പിഡ് ടെസ്റ്റ് നിർത്തലാക്കി. 3 മിനിറ്റിനകം ഫലം ലഭിക്കുന്ന കോവിഡ് പരിശോധന കേന്ദ്രം അജ്മാനിൽ ആരംഭിച്ചു. തമോ ഹെൽത്ത് കെയർ സ്ഥാപിച്ച കോവിഡ് വൈറസ് ലേസർ സ്ക്രീനിംഗ് സെന്റർ അജ്മാൻ കിരീടാവകാശി ഷെയ്ഖ് അമ്മാർ ബിൻ ഹുമൈദ് അൽ നുവൈമി ഉദ്ഘാടനം ചെയ്തു. 50 ദിർഹമാണ് നിരക്ക്. കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രൊജക്ട് മാനേജർ അബ്ദുള്ള അൽ റാഷിദി വിശദീകരിച്ചു. വിപുലമായ കോവിഡ് വൈറസ് പരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ UAE നേതൃത്വം എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും രാജ്യത്തെ പൗരന്മാരുടെയും താമസക്കാരുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ലേസർ സ്ക്രീനിംഗ് വിധേയമായി ഉദ്ഘാടനം നിർവഹിച്ച കിരീടാവകാശി പറഞ്ഞു. ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് റാപ്പിഡ് പരിശോധന ഒഴിവാക്കി ഫ്ലൈ ദുബായ്. ദുബായ് വിമാനത്താവളത്തിൽ നടത്തിയിരുന്ന അതിവേഗ പരിശോധനയാണ് ഫ്ലൈ ദുബായ് ഒഴിവാക്കിയത്. ടിക്കറ്റ് എടുത്ത് മാസ്കും ധരിച്ചു വന്നാൽ ഫ്ലൈ ദുബായിൽ യാത്ര ചെയ്യാമെന്ന് അധികൃതർ അറിയിച്ചു. എന്നാൽ മറ്റ് വിമാന കമ്പനികളൊന്നും ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടില്ല. ദുബായ് വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് റാപ്പിഡ് പരിശോധന നിർബന്ധമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ഈ പരിശോധന വിമാനത്താവളത്തിൽ നിന്ന് ദുബായ് ഷബാബ് അൽ അഹ്ലി ഫുട്ബോൾ ക്ലബിലേക്ക് മാറ്റി. ഇവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതിനിടെയാണ് ഫ്ലൈ ദുബായിയുടെ പ്രഖ്യാപനം യാത്രക്കാർക്ക് ആശ്വാസമാകുന്നത്. നീറ്റ് പരീക്ഷ എഴുതാൻ ഗൾഫിൽ നിന്ന് കേരളത്തിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ക്വാറന്റൈൻ ദിനങ്ങളിൽ ഇളവ് അനുവദിക്കണമെന്ന് രക്ഷിതാക്കൾ. സെപ്റ്റംബർ 13-നാണ് നീറ്റ് പരീക്ഷ. അടുത്ത ദിവസങ്ങളിൽ നാട്ടിലെത്തിയാൽ മാത്രമേ 14 ദിവസത്തെ ക്വാറന്റൈൻ പൂർത്തിയാക്കി പരീക്ഷാ ഹാളിൽ എത്താൻ കഴിയൂ. എന്നാൽ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന രക്ഷിതാക്കൾക്ക് എളുപ്പത്തിൽ അവധി ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. ചില വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും കുടുംബാംഗങ്ങളും എല്ലാം ഗൾഫിലാണ്. ഇവരെ ഒറ്റയ്ക്ക് നാട്ടിലേക്ക് പറഞ്ഞയക്കാനും കഴിയില്ല. ഈ സാഹചര്യത്തിൽ നീറ്റ് എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി
പ്രത്യേക ഇളവും ക്വാറന്റൈൻ പാക്കേജും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു. ഖത്തറിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ആരോഗ്യം സംരക്ഷിക്കാനും ശരീരത്തിൽ ജലാംശം നിലനിർത്താനും മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പൊതുജനാരോഗ്യ മന്ത്രാലയം ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും നിരവധി പ്രയോജനങ്ങളാണ് ഇതിലൂടെ ലഭിക്കുന്നതെന്നും പ്രതിദിനം 8 മുതൽ 12 വരെ ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണമെന്നും പൊതുജനാരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. ട്വിറ്ററിലൂടെയാണ് മന്ത്രാലയം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.